അപ്പോൾ എൻ്റെ നെറ്റി അത്യാവശ്യം കയറിയ നെറ്റിയാണ്. എങ്കിലും എൻ്റെ നെറ്റിയിലൊക്കെ പുതിയ പുതിയ മുടികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഈ ഒരു രീതിയിലാണ് കേട്ടോ മുടി കെട്ടി വെക്കാറുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു മോർണിംഗ് ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനും നൈറ്റ് ഹെയർ കെയർ റുട്ടീനും ഒരു 1 വീക്ക് ഹെയർ കെയർ റുട്ടീനും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടിയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 2 മാസമായിട്ട് എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം എൻ്റെ മുടിയിൽ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ 2 ആഴ്ചയായിട്ട് സുഖമില്ലായിരുന്നു, പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിൽ ഞാൻ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. മുടി തന്നെ മര്യാദയ്ക്ക് കഴുകുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ മാത്രമാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുടി കൊഴിച്ചിൽ വന്നില്ല, താരൻ്റെ പ്രശ്നം വന്നിട്ടില്ല. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. എൻ്റെ മുടിയിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അജിക്ക് ഇപ്പോൾ അത്യാവശ്യം മുടി നീളം വെച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീൽ ചെയ്യുന്നതല്ലാട്ടോ, എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് എൻ്റെ മുടിക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച്. അപ്പോൾ എന്താണ് ആ ഒരു മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് മാമാർത്ത് അയച്ചു തന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാനുണ്ട് കേട്ടോ. പിന്നെ മാമാർത്തിൻ്റെ ഒരു ഹൈഡ്രാ ഗ്ലോ CC സെറവും പിന്നെ നമുക്ക് ലിപ്പിലും ചീക്കിലും ഐലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിൻറ്റും ആണ്. അപ്പം ഞാൻ ആദ്യം മാമാർത്തിൻ്റെ ഈ ഒരു CC സെറത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് മാമാർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ CC സെറം ആണ്. ഇപ്പം നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, അങ്ങനെ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു CC സെറം ആണ് കേട്ടോ. ഇതൊരു സെറം ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ C ആൻഡ് ഹൈലറോണിക് ആസിഡ് ആണ്. എല്ലാവർക്കും അറിയാലോ, വൈറ്റമിൻ C ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് സഹായിക്കും. പിന്നെ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് സൺ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, SPF 30 വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്കൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കിത് പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അങ്ങനെ ഓയിലി ഫീൽ ഒന്നുമില്ല കേട്ടോ. ഇത് നോൺ ഓയിലി ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഇതിന്റെ 3 ഷെയ്ഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കിൻ ടോണിന് ഏതാണോ യോജിക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ഷെയ്ഡ് വരുന്നത് 01 വാനിലയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് 02 പീച്ച് ആണ് കേട്ടോ. മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് 03 ഹണിയാണ്. അപ്പോൾ ഈ 3 ഷെയ്ഡിൽ എൻ്റെ സ്കിൻ ടോണിന് എനിക്ക് 02ഉം 03ഉം കുറച്ച് മാച്ച് ആണ് കേട്ടോ. പിന്നെ എനിക്ക് 01 എൻ്റെ സ്കിന്നിന് ഒട്ടും തന്നെ മാച്ച് അല്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ 02 പീച്ച് ഞാൻ എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത് എടുത്തിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാൻ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. അങ്ങനെ ബ്ലെൻഡർ ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് മാമാർത്തിൻ്റെ നറേഷിംഗ് നാച്ചുറൽ ലിപ് ചീക്ക് ആൻഡ് ഐ ടിൻ്റ് ആണ് കേട്ടോ. നമുക്കിത് ലിപ് ബാമിന് പകരമായിട്ട് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിന് പകരമായിട്ടൊക്കെ ലിപ്പിൽ ഉപയോഗിക്കാം, ഐ ഷാഡോയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചീക്കിലൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടിൻ്റാണ്. നമുക്കിത് 3 ഷെയ്ഡിലാണ് നമുക്കിത് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഇത് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് മാത്രമല്ല നമുക്കിത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് 3 ഷെയ്ഡിലാണ് നമുക്കിത് തന്നിട്ടുള്ളത്. 3 ഷെയ്ഡ് നല്ല സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ. എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കളറാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് 01 ബീറ്റ് റെഡ് ആണ്. അപ്പോൾ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ C ആൻഡ് ബീറ്റ്റൂട്ട് ആണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് 02 കൊക്കോ ന്യൂഡ് ആണ്. അപ്പോൾ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ C ആൻഡ് കൊക്കോ ആണ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് 03 റോസ് പിങ്ക് ആണ് കേട്ടോ. അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ C ആൻഡ് റോസ് പെറ്റൽ ആണ്. ഇതിനകത്ത് മൂന്നെണ്ണത്തിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് വൈറ്റമിൻ C തന്നെയാണ്. പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ടിൻ്റാണോ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഏതാണോ കൂടുതലായിട്ട് മാച്ച് ആവുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ഇത് നല്ല രീതിയിൽ നറേഷിംഗ് തരുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ ലിപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലിപ് ബാമിന് പകരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല രീതിയിൽ ഒരു നറേഷിംഗ് ഫീൽ തരുന്നതാണ്. പിന്നെ ഇതിന്റെ പാക്കേജ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. ഒരു മിറർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമുള്ള ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്.
അപ്പോൾ ഞാനിപ്പോൾ 3 ഷെയ്ഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് 03 റോസ് പിങ്ക് ഇല്ലേ, അത് ഞാൻ എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ലിപ്പിൽ ഉപയോഗിക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ചീക്കിൽ ഉപയോഗിക്കാം, ഐ ഷാഡോ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോഴൊരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ലിപ്പിലേക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ആ ഒരു കളർ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. പിന്നെ ചീക്കിലൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷെ ഇട്ട് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ മാമാർത്തിൻ്റെ ഒരു ഹൈഡ്രാ ഗ്ലോ CC സെറവും പിന്നെ ലിപ് ചീക്ക് ഐറ്റിൻ്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായിട്ടോ. നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റുകൾ എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് ഞാൻ കൂടുതലും മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് കാണിച്ചു തരാറുള്ളത്, കൂടുതൽ നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ്. അത് മാത്രമല്ല ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ, മാമാർത്തിൻ്റെ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ, അജി 2024 എന്നാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 20% ഓഫ് ഉണ്ട്. പിന്നെ മാമാർത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ആപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എയർലി ആക്സസും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇത് കൂടാതെ ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കി റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് മുമ്പുള്ള എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സെറോ ആയിരുന്നു, നമ്മളെ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള സെറോ ഉപയോഗിച്ചിട്ടാണ് ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനിൽ ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ് സാധനം എന്നുള്ളത്. ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റോസ്മേരി വാട്ടർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പക്ഷെ ഇത് ഉപയോഗിച്ചപ്പോഴുള്ള എൻ്റെ മുടിയിലുള്ള ചേഞ്ച് ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അസുഖമായിട്ടിരുന്ന സമയത്ത്, ജലദോഷം പനിയൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് തണുപ്പ് ഒട്ടും പറ്റാത്ത സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാക്കുകളൊന്നും ഉപയോഗിക്കാൻ, എന്താ പറയുക, നല്ല രീതിയിൽ മുടി കഴുകുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോസ്മേരി വാട്ടർ രാവിലെ ഉപയോഗിക്കുക. ഇത് മാത്രമാണ് ഞാൻ എൻ്റെ മുടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താ പറയുക, പുതിയ മുടികൾ വളരുന്നത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കറിയാലോ, എൻ്റെ നെറ്റി അത്യാവശ്യം നന്നായിട്ട് കയറിയ നെറ്റിയാണ്. അപ്പോൾ ആ കയറിയ നെറ്റിയിൽ പോലും കുഞ്ഞു കുഞ്ഞു മുടികൾ വളരുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഈ ഒരു 2 മാസം കൊണ്ടാണ്, അല്ലാണ്ട് ഒറ്റ യൂസിൽ പിറ്റേ ദിവസം മുടി വളരെ അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. 2 മാസം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് കുഞ്ഞു കുഞ്ഞു പുതിയ മുടികൾ വളരുന്നതായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റായിട്ടൊരു ഹെയർ ഗ്രോത്ത്, പെട്ടെന്ന് മുടിക്കൊരു നീളം വെച്ചൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, കമന്റിലൂടെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജിയുടെ മുടി നീളം വെച്ചല്ലോ എന്ന്. എനിക്കും ഫീൽ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു മുടി വളർച്ച നമുക്ക് വേഗം അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് റോസ്മേരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഡെയിലി അത്ര യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ മുടി ചിലപ്പോൾ ഡ്രൈ ആക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യരുത്. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് എൻ്റെ മുടിയിൽ ഈ റോസ്മേരി വാട്ടർ ഞാൻ യൂസ് ചെയ്തത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മുടി കഴുകാറുള്ളത്. ഡെയിലി മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെയിലി നമ്മുടെ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ മുടി കഴുകുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ്, പാക്കുകൾ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ മുടി കഴുകാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു റോസ്മേരി വാട്ടർ ഞാൻ ഉപയോഗിച്ചത് മുടി കഴുകാത്ത ദിവസമാണ് കേട്ടോ. മുടി കഴുകാത്ത ദിവസം ഞാൻ കാര്യമായിട്ട് മോർണിംഗ് ഹെയർ കെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഞാൻ അങ്ങനെ മോർണിംഗ് ഹെയർ കെയർ ചെയ്യാറില്ല കേട്ടോ. മുടി ഒന്ന് ചീകി ജസ്റ്റ് കെട്ടി വെക്കുക, അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ പാക്ക് യൂസ് ചെയ്യാത്ത ദിവസമാണ് ഞാൻ ഈ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ കാണിച്ചതാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മോർണിംഗ് ഹെയർ കെയറിൽ ഒരു ടോണറായിട്ട് അല്ലെങ്കിൽ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആയിട്ട് എങ്ങനെയാണ് റോസ്മേരി വാട്ടർ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു 2 സ്പൂൺ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാൻ നമുക്ക് ഈ ഒരു 2 സ്പൂൺ തന്നെ അധികമാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ എടുക്കുക, അതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള റോസ്മേരിയുടെ ആ ഒരു സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ നമ്മളിത് നന്നായിട്ട് തന്നെ
തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. അരിപ്പയൊക്കെ ഉപയോഗിച്ച് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പൊടി വരും. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ അന്ന് നമ്മൾ പാക്കായിട്ട് തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു മോർണിംഗ് ഹെയർ കെയറിൽ, നൈറ്റ് ഹെയർ കെയറിൽ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിക്ക് ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒരു 4-5 ഡ്രോപ്പ് അതിനകത്തേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് വേണമെങ്കിലും 2-3 ഡ്രോപ്പ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കുക. കാരണം നമ്മളൊരു ടോണർ ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കൽ ബുദ്ധിമുട്ടാവില്ല. നമ്മൾ പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളൊരു ബോട്ടിലേക്ക്, ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു റോസ്മേരി വാട്ടർ തയ്യാറാക്കി എടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു 2 ഗ്രാമ്പു എങ്ങാനും ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മുടിക്ക് ഗ്രാമ്പു സ്യൂട്ട് ആവുമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു 2-3 ഒക്കെ തിളപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ട് ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് റോസ്മേരി ലീവ്സും പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൈറ്റമിൻ ഇ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. ഒരാഴ്ച കഴിഞ്ഞാലും നാശാവൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വേറെ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മോർണിംഗ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നൈറ്റ് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഉപയോഗിക്കാം. ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ മോർണിംഗ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ രാത്രി മുടിയൊക്കെ കെട്ടി വെച്ച് കിടന്ന് കഴിയുമ്പോൾ നമ്മുടെ മുടിയിൽ ജടയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കളഞ്ഞെടുക്കണം. ആ ജടയോട് കൂടി നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം മുടിയൊക്കെ അഴിച്ചിട്ട് മുടി നന്നായിട്ട് ചീകിക്കെട്ടൊക്കെ കളയാട്ടോ. ഒരു പല്ലകലുള്ള ചീപ്പെടുത്തിട്ട് പതുക്കെ ചീകാട്ടോ. വലിച്ച് ചീകി മുടി പൊട്ടിക്കാതെ പതുക്കെ മുടി ചീകുക. താഴ്ന്ന് മുടി ചീകി തുടങ്ങുക. എന്നിട്ട് മുടിയുടെ ആ ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിക്കെട്ടൊക്കെ കളഞ്ഞു വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു റോസ്മേരിയുടെ സ്പ്രേ നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. നന്നായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ നനയുന്ന രീതിയിൽ ഒരുപാട് കോരി ഒഴിക്കരുത്. ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലേക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ. മുടിയിലേക്കും ഒരുപാട് നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്യരുത്. ജസ്റ്റ് നമ്മുടെ മുടിയുടെ മുകളിലൂടെ ഒന്ന് സ്പ്രേ ചെയ്യാം. മുടിയുടെ അറ്റത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ മുടിയുടെ അറ്റത്തും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്കാൽപ്പിൽ മുടിയിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു മസാജിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ എവിടെയെങ്കിലും ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ മസാജും കൂടി ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ആവുമല്ലോ. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് മുടിയല്ല സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുടി മുമ്പോട്ടേക്ക് ഇട്ട് മസാജ് ചെയ്യണേ അങ്ങനെ ചെയ്യട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു മസാജിങ് ഫീൽ കിട്ടും. രാവിലെയൊക്കെ നമ്മൾ മുടി മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാക്ക് പോലെ നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ ഒരുപാട് നനയുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ തേച്ച് കൊടുക്കരുത്. ജസ്റ്റ് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു മസാജിങ് കൊടുക്കുക. അപ്പോൾ മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പം തന്നെ കെട്ടി വെക്കരുത് കേട്ടോ. നമ്മളൊരു പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മളൊരു 15 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ മോർണിംഗ് ആണ് നൈറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുടി ഡ്രൈ ആയിട്ട് മാത്രമേ കെട്ടി വെക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു മുടി ഒന്ന് അഴിച്ചിടുക കേട്ടോ. അഴിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ അങ്ങനെ തന്നെ വെക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അളവിൽ കൂടുതൽ ഒരിക്കലും നമ്മുടെ മുടിയിലേക്ക് സ്കാൽപ്പിലേക്ക് ഇത് സ്പ്രേ ചെയ്യാൻ പാടില്ല. നമ്മൾ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുടിക്കായ അല്ലെങ്കിൽ താരന്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മുടി അങ്ങനെ തന്നെ അഴിച്ചിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി മുടി ചീകി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ മസാജിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മുടിക്ക് ഒരു കെട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുടി ഒന്ന് ചീകി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ കെട്ടി വെക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് കെട്ടി വെക്കാം. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പകൽ സമയത്ത് എങ്ങനെയാണ് മുടി കെട്ടി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കെട്ടി വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നൈറ്റ് ആണ് നിങ്ങൾ കെട്ടി വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുടി മെടഞ്ഞിട്ടുണ്ടെങ്കിൽ മെടഞ്ഞിടാം, അല്ലെങ്കിൽ അമ്മം കെട്ടി വെക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കെട്ടി വെക്കാം. അപ്പം ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ പകൽ സമയത്ത് ഞാൻ മുടി മെടഞ്ഞിടുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് മെടഞ്ഞിടാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക അമ്മം കെട്ടി വെക്കില്ലേ അതേപോലെയാണ് കേട്ടോ കെട്ടി വെക്കാറുള്ളത്.
അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ബണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് മുടി അല്ലാതെ തന്നെ നമുക്കിങ്ങനെ ചുരുട്ടി കെട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ക്ലച്ചർ വെച്ചിട്ട് അങ്ങനെ ഇറുക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ബണ്ണ് ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ മുടി ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞു പോകും. അപ്പോൾ പകൽ സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ മുടി വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ എപ്പോഴും അഴിഞ്ഞു പോവാത്ത രീതിയിൽ കെട്ടി വെക്കുക കേട്ടോ, സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെക്കുക. എപ്പോഴും ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മുടി ഡാമേജ് ആവാനും മുടി പൊട്ടി പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുടിയൊക്കെ നന്നായിട്ട് ചീകിയിട്ട് ഇതുപോലെ ഒരു ബണ്ണ് എടുത്തിട്ട് നമ്മൾ ചുരുട്ടി കെട്ടി വെക്കില്ല, അതേപോലെ 2 പ്രാവശ്യം ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട് പിന്നെ നമ്മളെ ക്ലച്ചർ ഉപയോഗിച്ചിട്ട് അങ്ങനെ സ്റ്റേബിൾ ആക്കി വെക്കൂട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു വൈകുന്നേരം വരെ മുടി അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ, അഴിഞ്ഞു പോവാതെ ഇരുന്നോളും. എൻ്റെ ബണ്ണിൻ്റെ ഒക്കെ കാലാവധി കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഈ ബണ്ണ് ഭയങ്കര കംഫർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥയോ അങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലച്ചർ ആയിക്കോട്ടെ, ചീപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബണ്ണായിക്കോട്ടെ, അത് നമ്മളൊരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളത് കഴുകി ഇടണം കേട്ടോ. നമ്മൾ മുടിയിൽ ഇങ്ങനെ എണ്ണ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ കഴുകാതിരുന്നാൽ തന്നെ അതിനൊരു സ്മെല്ല് വരും. അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ. നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഇൻഫെക്ഷൻ വരാനും താരം വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പകൽ സമയത്ത് മുടി കെട്ടി വെക്കാറുള്ളത്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ നിങ്ങൾ കുറച്ച് പേരൊക്കെ കമൻറ്റോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കെട്ടി വെക്കുന്നതൊന്ന് കാണിച്ചു തരണം, ഷോർട്ട് ഹെയർ ആയിട്ട് എങ്ങനെയാണ് കെട്ടി വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബണ്ണില്ലാണ്ട് കെട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ബണ്ണൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കെട്ടി വെക്കാം. പിന്നെ മോർണിംഗ് ഹെയർ കെയർ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവർ ഇങ്ങനെ തന്നെ കെട്ടി വെക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പിന്നെ അഴിച്ചിടരുത്, സ്റ്റേബിൾ ആയിട്ട് കെട്ടിവെക്കാം. മെടഞ്ഞിടുന്നവർക്ക് മെടഞ്ഞിടാം, അല്ലെങ്കിൽ ഇങ്ങനെ അമ്മങ്കെട്ട് കെട്ടുന്നവർക്ക് കെട്ടിവെക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ മോർണിംഗ് ഹെയർ കെയർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുടിയിൽ പാക്ക് ഇടാത്ത ദിവസം, മുടി കഴുകാത്ത ദിവസമാണ് ഞാൻ ഈ ഒരു റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. അത് മോർണിംഗിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. പിന്നെ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെയാണോ കാണിച്ചു തന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. മുടി ഒരുപാട് നനയുന്ന രീതിയിൽ തേച്ചിട്ട് കെട്ടിവെക്കാൻ നിൽക്കരുത്. അത് നമുക്ക് മുടിയെ ദോഷമായിട്ട് ബാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുടിക്കായൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറയില്ല. റോസ്മേരി വാട്ടർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പേരൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ ഫോൾ മാറിയില്ല, ഹെയർ ഫോൾ കൂടിയതുപോലെ തോന്നിയെന്ന് പറഞ്ഞിരുന്നു കുറച്ച് പേര് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2-3 പേര് എന്നോട് കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്ന പോലെ തന്നെ റോസ്മേരി എല്ലാവർക്കും ചേരണം എന്നില്ല. നിങ്ങളെ മുടിക്ക് ചേരുന്നതാണ്. നിങ്ങൾ പിന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് തന്നതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീഡിയോ ആയിട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറുന്നില്ല, താരൻ്റെ പ്രശ്നം മാറുന്നില്ല, മുടി വളരുന്നില്ല എന്നൊക്കെ പറയുന്നവർ നിങ്ങളുടെ മോർണിംഗിലോ നൈറ്റിലോ നിങ്ങൾക്ക് ഇതുപോലെ റോസ്മേരി ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.